+2 കഴിഞ്ഞ സ്റ്റുഡൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫിസിയോതെറാപ്പി ചോദിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പൊ നഴ്സിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത് സ്കോപ്പിന്റെ കാര്യം. അപ്പോ ഇൻ റിയാലിറ്റി ഇൻ വേൾഡ് ഇപ്പൊ ഫിസിയോതെറാപ്പിക്ക് സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റ് പോലും ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു മേഖലയെ കുറിച്ചിട്ട്? ഈ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിനെ പല രീതിയിൽ ആൾക്കാർ കൺസിഡർ ചെയ്യും. ചില ആളുകൾ എനിക്ക് എത്ര ശമ്പളം കിട്ടും അതിനാണ് സ്കോപ്പ് എന്ന് അതിനെ ഡിഫൈൻ ചെയ്യാം. ചില ആൾക്കാർ എത്ര ഈസി ആയിട്ട് ജോലി എടുന്നുള്ളതായിരിക്കും സ്കോപ്പായിട്ട് ഡിഫൈൻ ചെയ്യാം. ചില ആൾക്കാർ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളതായിരിക്കും സ്കോപ്പിൽ ഡിഫൈൻ ചെയ്യാം. ചില ആൾക്കാർ ഉപരിപഠന സാധ്യതകളായിരിക്കും സ്കോപ്പായിട്ട് ഡിഫൈൻ ചെയ്യാം. ഈ സ്കോപ്പിന് തന്നെ പല ഡയമെൻഷൻസ് ഉണ്ട്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാനുള്ള ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രത്യേകത, വേറൊരു കോഴ്സിൽ ഞാൻ കാണാത്തൊരു പ്രത്യേകത, ജോലി ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ഇല്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് എന്തെങ്കിലും തരത്തിലുള്ള ജോലി അവർക്ക് കിട്ടും. അതായത് ഈ ഒരു ജോലിയുടെ പ്രത്യേകത, ഇതൊരു പ്രൈമറി കെയർ ഗിവറാണ്. പ്രൈമറി കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നഴ്സാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളാണെങ്കിൽ അവർക്ക് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഒന്നുകിൽ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. അതങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു നിലവിലെ സാഹചര്യ പ്രകാരം ഡയറക്റ്റ് ഒരു പേഷ്യൻറ്റ് ഒരു ക്ലിനിക്കിലേക്ക് വാക്ക് ഇൻ ചെയ്യാം. അതായത് ഒരു റെഫറൽ ആവശ്യമില്ല. അപ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നത് പോലെ, ഒരു ഡോക്ടർ കൺസൾട്ടേഷനും ഫിസിഷ്യൻ കൺസൾട്ടേഷനും പോകുന്നത് പോലെ നേരിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ വേണ്ടി കഴിയും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തത്, ഇപ്പോൾ നമുക്കൊരു ക്ലിനിക്കിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് നമുക്കറിയാലോ ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ഇതൊക്കെയാണ് കുട്ടികൾ നോക്കുന്നത്, പുതിയ കാലത്തെ കുട്ടികൾ നോക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇവർക്കൊരു കേസ് ഏകദേശം നിലവിൽ ഇപ്പോൾ ഞാനിപ്പോൾ മൈസൂരിലെ ആവറേജ് ആണ് പറയുന്നത്, ഒരു കൺസൾട്ടേഷൻ ഇവർ ചാർജ് ചെയ്യുന്നത് 700 രൂപ മുതൽ 1000 രൂപ വരെയാണ്. ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 1 hour തെറാപ്പി അല്ലേ ഉണ്ടാവും, 45 minutes to 1 hour. ഈ കൺസൾട്ടേഷൻ ക്ലിനിക്കിലാണെങ്കിൽ ഇതിന് ചാർജ് വേറെയാണ്, കുറച്ചുകൂടെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ട്രക്ചേർഡ് ആൾക്കാരാണ്. ഈ പ്രൈവറ്റ് കേസുകൾ എന്ന് പറയും, അതായത് വീടുകളിൽ പോയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ചില ആളുകൾക്ക് ക്ലിനിക്കിലേക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. ഒന്നുകിൽ അവർ കുറച്ചുകൂടെ VIP ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ കൊണ്ടുപോകാൻ ആൾക്കാരില്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവശ രോഗികളായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇവരുടെ അടുത്തേക്ക് ആൾക്കാർ പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബാച്ചിൽ നിന്ന് 40 കുട്ടികൾ പുറത്തിറങ്ങുന്നത് കാണുമ്പോൾ അതിൽ 20 പേര് ഈ ഒരു മെത്തഡാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതലായി. ഒരു ആവറേജ് നമുക്കറിയാം, നമ്മുടെ മൈസൂരിൽ ഒരു ആവറേജ് ഒരു ജോലിയുടെ സാലറി വരുന്നത് 30,000 രൂപയാണ്. ഇന്ത്യൻ ആവറേജ് നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ഇവർക്ക് അതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ പോയി റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരുടെ ബാക്കി ഇപ്പോൾ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ജോലി ഇല്ലാത്തതായിട്ട് ആരുമില്ല. രണ്ടാമത്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിനിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിനിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം നിലവിൽ താരതമ്യേന കുറച്ച് കുറവാണ്. അത് റിയാലിറ്റിയാണ്. അതായത് ഇപ്പോൾ എൻ്റെ ബാച്ചിൽ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ബാച്ചിൽ പഠിച്ചിറങ്ങിയതിൽ ഇന്ത്യയിൽ മാത്രം 1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 15,000 രൂപ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ്? അത് സ്കില്ല് കൊണ്ടാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രൊഫഷനിൽ ഗേൾസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതൊരു റിയാലിറ്റിയാണ്, സോഷ്യൽ റിയാലിറ്റിയാണ്. നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നതല്ല, സോഷ്യൽ റിയാലിറ്റിയാണ്. അപ്പൊ അവർക്ക് സ്വന്തം ടൗൺ വിട്ട് മാറാൻ ചിലപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പേരൻസിനെയോ ഹസ്ബൻഡിന്റെയോ കൂടെ ടൈഡപ്പ് ആയിരിക്കും. ഹസ്ബൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഇട്ടാവട്ടത്തുള്ള ജോലി മാത്രമേ അവർക്ക് കിട്ടുള്ളൂ, ആ ഇട്ടാവട്ടത്ത് ആ ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇപ്പൊ ക്ലിനിക്കുകളിൽ ക്ലിനിക്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ എന്നുള്ളത് ഒരു ബിസിനസ്സാണ്. അപ്പൊ അവർക്കൊരു 3-4 ആളുകളെ വെച്ച് അവരൊരു സ്വന്തം സെന്റർ തുടങ്ങുകയാണെങ്കിൽ പിക്ചർ വേറെയാണ്. 3-4 ആളുകൾ ജോലിക്ക് വെച്ച് പോകുമ്പോൾ അവർ അത്ര ശമ്പളമാണ് ഓഫർ ചെയ്യുന്നത്. അതിന് നിൽക്കാൻ ആൾക്കാർ ഇപ്പൊ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ആളുകൾ, ഞാൻ നേരത്തെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. അതായത് അവർക്ക് ആ സ്ഥലത്ത് മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവർക്ക് നാട് വിട്ട് പോകാൻ മടിയാണ്, അല്ലെങ്കിൽ അവസരമില്ല, ചിലപ്പോൾ കഴിവുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് അടുത്തുള്ള ക്ലിനിക്കിലാണ് ഓപ്ഷൻ. ഇങ്ങനെയുള്ള ഈ ലോക്കൽ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ മോശം ക്ലിനിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, തദ്ദേശ ലോക്കൽ അവരുടെ അടുത്തുള്ളത്, അതാണ് ഞാൻ ലോക്കൽ എന്നുള്ളത് ഉദ്ദേശിച്ചത്. അവരുടെ ഏറ്റവും അടുത്തുള്ളത് അതാണ് ലോക്കൽ എന്നുള്ളത് ഉദ്ദേശിച്ചത്. മറ്റേ നമ്മൾ ഒറിജിനൽ ലോക്കൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത്ര മാത്രമേ പേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മേ ബി അവർക്ക് 5 പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ ആ ക്ലിനിക്ക് നടത്തുന്ന ആൾക്ക് ചിലപ്പോൾ അത്രേ പേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയൊരു
പ്രോപ്പർ ക്ലിനിക്ക് ആണെങ്കിൽ, ക്ലിനിക്ക് വിട്ടിട്ട് ഒരു നല്ല ഹോസ്പിറ്റലാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 ബെഡ് ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സാലറി കിട്ടും. അപ്പോൾ അത് വിട്ട് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ അല്ലെ കുറച്ചുകൂടെ ഒരു നെയിമുള്ള സെൻ്ററുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇന്ത്യ ഇപ്പോൾ കോഴിക്കോടൊക്കെ സെൻ്ററിൻ്റെ പേര് തന്നെ ഞാൻ പറയാം, റീഹാബിലിറ്റേറ്റ് പോലെയുള്ള സെൻ്ററുകളൊക്കെ 50,000 മുകളിലാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ എനിക്കിപ്പോൾ നിലവിൽ അറിയാം, അവർക്ക് 50,000 മുകളിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് PG മാത്രമുള്ള ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. മീൻസ് UG ആണോ PG ആണോ? PG കഴിഞ്ഞാൽ ഉടനെ അവർക്ക് 50,000 കൊടുക്കുന്ന ആൾക്കാർ എനിക്കറിയാം, സെൻ്ററുകൾ എനിക്കറിയാം, അങ്ങനെയുള്ള സെൻ്ററുകൾ എനിക്കറിയാം. മൈസൂരിൽ അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് പല രീതിയിലാണ്. എൻ്റെ ബാച്ചിൽ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴും ഒരു 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. നാട്ടിൽ മാത്രം 2 ലക്ഷത്തിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ പ്രൈവറ്റ് കേസുകൾ ഇപ്പോൾ മൈസൂരിൽ തന്നെ നിന്നുകൊണ്ട് 8-10 കേസുകൾ കാണുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ എബിലിറ്റിയും നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ MBBS കഴിഞ്ഞ ആളുകൾക്ക് നമുക്കറിയാം നാട്ടിലെ റിയാലിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു ഹോസ്പിറ്റലിൽ 2,000 രൂപയാണ് അവരുടെ ശമ്പളം വരുന്നത്. MBBS പോസ്റ്റ് MBBS 2,000 രൂപയാണ്. ഈ 2,000 രൂപ 4 കേസ് കണ്ടു കഴിഞ്ഞാൽ, 4 പ്രൈവറ്റ് കേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് അവരുടെ എഫേർട്ട് പോലെ. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആളുടെ വീട്ടിൽ പോകണ്ടേ, ഇപ്പോൾ ലേഡീസ് പോകാൻ ചില ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ടാവും. പൊതുവെ ഞാൻ കണ്ടെടുത്തോളം ജെൻസിന് അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സോഷ്യൽ സിസ്റ്റം ആണ്, അത് ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയുന്നത് നിലവിൽ കാണും, ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. നിലവിൽ അങ്ങനെയാണ്. എന്നാൽ മെഡിക്കലായിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ശമ്പളം വാങ്ങിക്കുന്ന ഗേൾസ് ഉണ്ട്. 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഗേൾസ് ഉണ്ട്. അപ്പൊ അത് അവരുടെ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വെറും ക്ലിനിക്കിൽ ഇരുന്നിട്ട് 2 ലക്ഷം രൂപ കിട്ടുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് കുറച്ച് സമയം ക്ലിനിക്കിൽ ഉണ്ടാവും, കുറച്ച് സമയം ടീച്ചിങ്ങിൽ ഉണ്ടാവും, കുറച്ച് സമയം റിസർച്ചിൽ ഉണ്ടാവും. ഇതൊരു മൾട്ടി ഡയമെൻഷൻ ആണ്. ഇതിനെ പല മേഖലകളിലും ഉപയോഗപ്പെടുത്തിയിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെറുതെ ഒരു ക്ലിനിക്കിൽ 2 ലക്ഷം രൂപ എടുത്ത് ക്ലിനിക്കുകൾ ഉണ്ടാവില്ല, ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അവർ അക്കാഡമിക്സും ടീച്ചിങ്ങും എല്ലാം കൂടെ ചേരുന്ന സമയത്ത് അവർക്ക് 30% ടീച്ചിങ്, 30% റിസർച്ച്, 30% ക്ലിനിക്ക്, അങ്ങനെ പോകുന്ന ആളുകൾക്ക് അങ്ങനെ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിത് എങ്ങനെയാണോ ഇതിനെ കാണുന്നത് അതേപോലെ നമുക്ക് ഇതിനനുസരിച്ചുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ. അതെ, ഇതിന്റെ സ്കോപ്പ് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സ്കോപ്പാണ്. കുറച്ചിങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങളുണ്ട് ഇതിന്. ഇത് പല ആൾക്കാരും നിങ്ങളോട് നെഗറ്റീവ് പറയാനുള്ള കാരണം അവരുടെ പെർസ്പെക്റ്റീവ്സ് ആണ്.